പലരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഫ്ലാറ്റിൽ ഫെങ്ഷുയി ചെയ്യാൻ പറ്റുമോ? അവിടെ നമുക്ക് ഈ പൊളിക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്ക് അവിടെ ഫെങ്ഷുയി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. അതിന് ആ ഫ്ലാറ്റിന്റെ, അതായത് നമ്മൾ താമസിക്കുന്ന ഏരിയയുടെ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ വേണം. എന്നിട്ട് എത്ര ഡിഗ്രിയിലാണ് ആ ഫ്ലാറ്റ് നിൽക്കുന്നത് എന്നുള്ള ഡിഗ്രി വേണം. എന്നിട്ട് ഇത് എപ്പോഴാണ് ഇവർ താമസമാക്കിയെന്നുള്ള ഡേറ്റും വേണം. അത് വെച്ചിട്ട് അതിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ എടുക്കും. ഫ്ലൈയിങ് സ്റ്റാർ എടുത്തിട്ട് ആ ഫ്ലൈയിങ് സ്റ്റാർ ഈ പ്ലാനിനെ നമ്മൾ കറക്റ്റ് 9 ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് ആ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ ഈ പ്ലാനിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഓരോ ഡയറക്ഷൻസിലും നമുക്ക് കൃത്യമായിട്ടും അവിടെയുള്ള എനർജി എന്താണെന്ന് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാൻ പറ്റും, ഈ റൂമിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്നതല്ലേ ഫലം, ഈ റൂമിൽ കിടക്കുന്ന വ്യക്തിക്ക് ഇന്നതല്ലേ, ഈ റൂമിൽ കിടക്കുന്ന വ്യക്തി എപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ പറയുന്നില്ലേ, ഈ റൂമിൽ കിടക്കുന്ന ആളിനെ മറ്റുള്ളവർ നിരന്തരമായി പറ്റിക്കുന്നില്ലേ, ഈ റൂമിൽ കിടക്കുന്നവർ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കുന്നില്ലേ, നിങ്ങളുടെ വാതിലിൽ ഇന്നതല്ലേ ഫലം എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇവിടെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ നോക്കി എന്നിട്ട് അതിൻ്റെ എനർജി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഫെങ്ഷുയിൽ പറയുന്നു ഒന്നിനും സ്ഥിരതയില്ല, എല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. ഇവിടെ ഒരു ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ, ഇത് എല്ലാ വീടിനും എല്ലാ ഫ്ലാറ്റിനും ഉണ്ട്. അത് ഹൗസ് വാമിംഗ് ചെയ്ത ആ ഡേറ്റ് മുതൽ വീടിന്റെ ഓരോ ദിക്കിലും 2 നമ്പറുകൾ വീതമുണ്ട്. ഇപ്പോൾ ഒരു സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുന്ന നമ്പർ, ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്, ഒരു 79 എന്ന് പറയുന്ന ഫ്ലൈയിങ് സ്റ്റാർ നമ്പറാണ്. അത് പണിഞ്ഞ സമയത്ത് വന്നതാണ്. ഇത് ഒരിക്കലും പോകില്ല. എന്ന് വരെ ഈ ബിൽഡിംഗ് ഉണ്ടോ അന്ന് വരെയും അതിനകത്തുള്ളൊരു എനർജി 79 ആയിരിക്കും. ഇതിനെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ എന്ന് പറയും. ഇനി ആനുവൽ സ്റ്റാർ നമ്പർ, ഇത് എല്ലാ വർഷവും മാറിക്കൊണ്ടേയിരിക്കും. ഇതിപ്പം 2026 ഈ റൂമിൽ വന്നിരിക്കുന്ന ആനുവൽ സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. എവിടെയാണ്? ലോകത്ത് സൗത്ത് വെസ്റ്റില്. ഈ 7 എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും സെയിം ആണ്. അപ്പോൾ ഒരു എനർജി വീട് വെച്ച അന്ന് മുതൽ ഓരോ റൂമിലും ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു എനർജിയും കൂടെ വരുന്നുണ്ട്. ഇത് വർഷാവർഷം ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ചിലർ പറയില്ലേ, കഴിഞ്ഞ വർഷം എനിക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര നേട്ടങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഈ വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്ര പോരാ. കഴിഞ്ഞ വർഷം ഞാൻ കിടന്ന റൂമിൽ എന്ന് പറഞ്ഞാൽ അസുഖകാരണം നിവർത്തിയില്ലായിരുന്നു, പക്ഷെ ഈ വർഷം മാറിയപ്പോഴത്തേക്ക് എനിക്ക് ആരോഗ്യം മെച്ചപ്പെട്ടു. ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് നഷ്ടമാണ്. ഇതെല്ലാം ഈ ആനുവൽ സ്റ്റാറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വർഷത്തെ കണക്കുകൾ ഇവർ പറയുന്നത്. മറ്റത് പെർമനന്റ് ആണ്. ക്ലിയർ ആയില്ലേ? ഇനി ഇവിടെ വളരെ അഡ്വാൻസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മാസം തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് മൊത്തം നഷ്ടങ്ങളാണ്, അല്ലെങ്കിൽ ഈ മാസം തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ആശുപത്രി കേസേ ഉള്ളൂ, പക്ഷെ ആ ഒരു മാസം മാറിയപ്പോൾ എൻ്റെ ആരോഗ്യ പ്രശ്നവും മാറി. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മന്ത്ലി സ്റ്റാർ എന്ന് പറഞ്ഞൊരു സ്റ്റാറും കൂടെ ഉണ്ട്. മന്ത്ലി സ്റ്റാർ. അപ്പോൾ ഒരു വീട് പണിഞ്ഞപ്പോൾ വന്നിരിക്കുന്നത് ഫ്ലൈയിങ് സ്റ്റാർ ആണ്. വർഷാവർഷം എല്ലാ വീട്ടിലും കടന്നു വന്നിരിക്കുന്നത് ആനുവൽ സ്റ്റാർ ആണ്. മന്ത്ലി സ്റ്റാർ ഓരോ മാസവും കടന്നു വരും. ഫ്ലൈയിങ് സ്റ്റാർ ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും. ആനുവൽ സ്റ്റാറും മന്ത്ലി സ്റ്റാറും സെയിം ആയിരിക്കും ലോകത്തെവിടെയും. ഇപ്പം ഈ ബെഡ്റൂമിൽ ഈ ജൂലൈ മാസം വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് 9 ആണ്, സൗത്ത് വെസ്റ്റില്. അപ്പം ഈ 9 എന്ന് പറയുന്നത് പ്രോസ്പെരിറ്റി തരും. ഈ 7 എന്ന് പറയുന്നത് പറ്റിപ്പുണ്ടാക്കും. മുകളിലത്തെ 7ഉം പറ്റിപ്പുണ്ടാക്കും. അപ്പോൾ ഈ കിടക്കുന്ന റൂമിനെ സംബന്ധിച്ചിടത്തോളം പറ്റിപ്പിന് സാധ്യതയുണ്ട്. കുറച്ച് പൈസകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് വരും. എന്തുകൊണ്ട് വരും? ഈ 9 നിൽക്കുന്നത് കൊണ്ട് പൈസ വരും. പക്ഷേ അത് മറ്റുള്ളവർ പറ്റിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ 7ന്റെ എനർജി ഇല്ലാതാക്കാനായിട്ട് ഇവിടെ ഒരു 4 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ബ്ലൂ മാറ്റ് ഇട്ട് കൊടുക്കും. അപ്പം അതിൻ്റെ ഒരു എനർജി കുറയും. ഈ 9 ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെൽത്ത് സിംബൽസ് വെച്ചു കൊടുക്കും. പറഞ്ഞു മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് ഫെങ്ഷുയി ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. ഇപ്പം കിഴക്ക് ദർശനമുള്ള ഒരു വീട്ടുകാരൻ ഈ പ്രോഗ്രാം ഒരു വീട്ടുകാർ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ
നിങ്ങൾക്ക് കഴിഞ്ഞ മാസം, അതായത് ജൂൺ മാസത്തിൽ നിങ്ങളുടെ വീട്ടിന്റെ എൻട്രൻസിൽ വന്നിരുന്ന സ്റ്റാർ 2 ആണ്. ഈസ്റ്റ് ദർശനമുള്ള ഒരു വീട്ടിൽ അതിന്റെ എൻട്രൻസിൽ വന്നിരിക്കുന്ന സ്റ്റാർ 2 ആണ്. ഇത് നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു സ്റ്റാർ ആയിരുന്നു. അപ്പൊ അതായത് ഇതിപ്പോ ജൂലൈ മാസമാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ കിഴക്ക് ദർശനമുള്ള ഒരു വ്യക്തി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ അവരുടെ പ്രധാന വാതിൽ കിഴക്കായിരുന്നുണ്ടെങ്കിൽ, അത് വടക്ക് കിഴക്കോ തെക്ക് കിഴക്കോ ആയിട്ട് കാര്യമില്ല, കിഴക്കായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലം കൂടുതൽ ഉണ്ടായിരുന്നോ ഇല്ലെന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിച്ച് നോക്കൂ. ഈ മന്ത്ലി സ്റ്റാർ അവിടെ ആക്റ്റീവായതാണ്. മനസ്സിലായല്ലേ? ഇത് വളരെ മഹത്തായിട്ടുള്ളൊരു ശാസ്ത്രമാണ്. അപ്പൊ നമുക്ക് ഓരോ പൊട്ടും പൊടിയും നമ്മൾ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ റിസൾട്ടുകൾ ഇതിലേക്ക് നേടാനും നമ്മളുടെ ചെറിയ പ്രശ്നങ്ങളെ പോലും സോൾവ് ചെയ്യാനും ഇതുമൂലം സാധിക്കും. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും വാസ്തുമൂലമാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. വാസ്തുമൂലം വരാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം. ഇത് ഒരു കുബേരനും ലക്ഷ്മിയും കൂടെ ഉള്ള സ്റ്റാച്ചു ആണ്. സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഒരു ചിൽഡ്രൻസ് ബുദ്ധയാണ്. കുട്ടികളില്ലാത്ത കപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബെഡ്റൂമിന്റെ വെസ്റ്റ് ഡയറക്ഷൻസിൽ വെക്കാം. ഇത് ബാക്കോമറാണ്. 8 ദിക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രധാന ഡോറിന്റെ മുകളിൽ വെക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.